ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ഒട്ടനവധി SSC ആൻഡ് റെയിൽവേ എക്സാംസ് നടക്കാനായിട്ട് പോവാണ്. ആൻഡ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഉള്ള എക്സാമിന് കറണ്ട് അഫയേഴ്സിനുള്ള ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒരു 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ്, അതായത് ജനുവരി 2026 മുതൽ ജൂൺ 2026 വരെയുള്ള ലാസ്റ്റ് ഒരു 6 മന്ത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പ് 200 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസ് വരെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഇത് നിങ്ങളുടെ എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് ഒരിക്കലും തന്നെ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇതൊരിക്കലും മിസ്സാക്കാതിരിക്കാനും നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, UNESCO has recognized the Kumbhalgarh Fort of which state as a world's second longest living wall. അതായത് യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യുനെസ്കോയുടെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള സെക്കൻഡ് ലോങ്ങസ്റ്റ് ലിവിംഗ് വോൾ അല്ലെങ്കിൽ സെക്കൻഡ് ലോങ്ങസ്റ്റ് സർവൈവിംഗ് വോൾ ആയിട്ടുള്ള കുംഭൽഗഡ് ഫോർട്ട് ഇതിൽ ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി തെലങ്കാന ആൻഡ് ഓപ്ഷൻ ഡി തമിഴ്നാട്. ഇവയിൽ ഏത് സ്റ്റേറ്റിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ലിവിംഗ് വോൾ ആയിട്ടുള്ള കുംഭൽഗഡ് ഫോർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ രാജസ്ഥാൻ. സോ ഓപ്ഷൻ എ രാജസ്ഥാൻ ആണ് കറക്റ്റ് ആൻസർ. സോ രാജസ്ഥാനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കുംഭൽഗഡ് ഫോർട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ കുംഭൽഗഡ് ഫോർട്ടിന്റെ വോൾ ആണെന്ത് ലോകത്തിലെ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് സർവൈവിംഗ് വോൾ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സർവൈവിംഗ് വോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വോൾ ഓഫ് ചൈന. സോ ഇപ്പൊ ഗ്രേറ്റ് വോൾ ഓഫ് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സർവൈവിംഗ് വോൾ, അതായത് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന, ലോകത്തിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് സർവൈവിംഗ് വോൾ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വോൾ ഓഫ് ചൈന. അപ്പൊ ഗ്രേറ്റ് വോൾ ഓഫ് ചൈനയ്ക്ക് ശേഷം, സോ ഗ്രേറ്റ് വോൾ ഓഫ് ചൈനയ്ക്ക് ശേഷം ഏറ്റവും നീളം കൂടിയ ഇപ്പോഴും സർവൈവ് ചെയ്യുന്ന സെക്കൻഡ് ലോങ്ങസ്റ്റ് ലിവിംഗ് വോൾ എന്ന് പറയുന്നതാണ് ഈ ഒരു കുംഭൽഗഡ് ഫോർട്ടിന്റെ വോൾ ആണ്. ആൻഡ് ഈ കുംഭൽഗഡ് ഫോർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ രാജസ്ഥാൻ. സോ രാജസ്ഥാനിലെ രാജ്സമന്ദ് ഡിസ്ട്രിക്റ്റിലാണ്, സോ രാജസ്ഥാനിലുള്ള രാജ്സമന്ദ് ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കുംഭൽഗഡ് ഫോർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി രാജ്സമന്ദ് ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ. സോ രാജസ്ഥാനിലെ രാജ്സമന്ദ് ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കുംഭൽഗഡ് ഫോർട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ കുംഭൽഗഡ് ഫോർട്ട് ഇരിക്കുന്നത് അരാവലി ഹിൽസിലാണ്. സോ അരാവലി ഹിൽസിലാണ് ഈ ഒരു കുംഭൽഗഡ് ഫോർട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ അരാവലി ഹിൽസ്. സോ അരാവലി ഹിൽസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ വെസ്റ്റേൺ അരാവലി ഹിൽസ്. സോ വെസ്റ്റേൺ അരാവലി ഹിൽസിലാണ് എന്തിന്റെ ലൊക്കേഷൻ ഉള്ളത്, ഈ ഒരു കുംഭൽഗഡ് ഫോർട്ടിന്റെ ലൊക്കേഷൻ ഉള്ളത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റേൺ അരാവലി ഹിൽസ്. സോ വെസ്റ്റേൺ അരാവലി ഹിൽസിലാണ് കുംഭൽഗഡ് ഫോർട്ട് എന്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ കുംഭൽഗഡ് ഫോർട്ട് എന്ന് പറയുമ്പോൾ 15th സെഞ്ചുറി 15ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കുംഭൽഗഡ് ഫോർട്ടിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇത് ആരാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ രാജ കുംഭ. സോ രാജ കുംഭയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ 15th സെഞ്ചുറി 15ാമത്തെ നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോർട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഈ ഫോർട്ടിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ റാണ കുംഭ. സോ റാണ കുംഭയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ 15th സെഞ്ചുറിയിൽ റാണ കുംഭയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കുംഭൽഗഡ് ഫോർട്ടിന്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ആൻഡ് റാണ കുംഭ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വാസ് എ റൂളർ ഓഫ് മേവാർ. സോ മേവാർ കിങ്ഡത്തിന്റെ റൂളർ ആയിരുന്നു റാണ കുംഭ. ഹി വാസ് എ റൂളർ ഓഫ് മേവാർ കിങ്ഡം. സോ മേവാർ കിങ്ഡത്തിന്റെ റൂളർ ആണ് റാണ കുംഭ. അപ്പൊ റാണ കുംഭയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 15th സെഞ്ചുറിയിൽ 15ാമത്തെ നൂറ്റാണ്ടിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കുംഭൽഗഡ് ഫോർട്ട് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കുംഭൽഗഡ് ഫോർട്ട് സെക്കൻഡ് ലോങ്ങസ്റ്റ് ലിവിംഗ് വോൾ അല്ലെങ്കിൽ സർവൈവിംഗ് വോൾ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് 36 കിലോമീറ്റർ, 36 കിലോമീറ്റർ ലെങ്ത് അല്ലെങ്കിൽ 36 കിലോമീറ്റർ ആണെന്ത് ഈ ഒരു കുംഭൽഗഡ് ഫോർട്ടിന്റെ വോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ ലെങ്ത് ഓഫ് 36 കിലോമീറ്റർ. സോ 36 കിലോമീറ്റർ ആണെന്ത് ഇതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇനി 2013 എന്ത് കിട്ടിയിട്ടുണ്ട്, ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് വാസ് അവോർഡഡ് ദ സ്റ്റാറ്റസ് ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. സോ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 2013 ഇത് അവാർഡ് ചെയ്തിട്ടുണ്ട്. സോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. സോ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. സോ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിനകത്ത്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 2013 ഈ ഒരു കുംഭൽഗഡ് ഫോർട്ട്
ഇൻക്ലൂഡഡ് ആയിരുന്നു along with the hill forts of Rajasthan. So hill forts of Rajasthanന്റെ കൂട്ടത്തിൽ, അതായത് hill forts of Rajasthanന്റെ കൂട്ടത്തിൽ ഈ ഒരു കുംഭൽഗഡ് ഫോർട്ട് എന്താണ് ഇൻക്ലൂഡഡ് ആണ്. സോ ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ. അപ്പോൾ 2013 യുനെസ്കോ എന്ത് ചെയ്തു, ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാനെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ലിസ്റ്റ് ചെയ്തു. സോ 2013 എന്ത് ചെയ്തു, യുനെസ്കോ ഈ ഒരു ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ എന്ത് ചെയ്തു, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തു. ആ കൂട്ടത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഫോർട്ട് തന്നെയാണെന്ത് ഈ ഒരു കുംഭൽഗഡ് ഫോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആൻഡ് ഈ കുംഭൽഗഡ് ഫോർട്ടിലാണ് എന്ത് ചെയ്യുന്നത്, മഹാറാണ പ്രതാപ്, അതായത് ബ്രിട്ടീഷ് എംപയറുമായിട്ട് ഒരുപാട് വോർ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വോറിയർ കിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രേവ് കിങ് ആയിട്ടുള്ള മഹാറാണ പ്രതാപിന്റെ ബർത്ത് സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ദ ബർത്ത് പ്ലേസ് ഓഫ് മഹാറാണ പ്രതാപ്. സോ അതായത് മേവാർ കിങ്ഡത്തിൽ തന്നെ വളരെ വാലിയന്റ് ആയിട്ടുള്ള കറേജിയസ് ആയിട്ടുള്ള റൂളർ ആയിട്ടുള്ള മഹാറാണ പ്രതാപിന്റെ ബർത്ത് സംഭവിക്കുന്നതും ഈ ഒരു കുംഭൽഗഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുംഭൽഗഡ് ഫോർട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. Then second question, which program has been launched by the Reserve Bank of India to improve the governance and capacity building in urban cooperative banks? So urban cooperative banksലെ ഗവേണൻസും കപ്പാസിറ്റി ബിൽഡിങ്ങും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RB ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ സ്കീം ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മിഷൻ ശക്തി, ഓപ്ഷൻ ബി മിഷൻ ഉത്കർഷ്, ഓപ്ഷൻ സി മിഷൻ സഹയോഗ് ആൻഡ് ഓപ്ഷൻ ഡി മിഷൻ സക്ഷം. ഇതിലേത് മിഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഗവേണൻസിനും അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിങ്ങിനും വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മിഷൻ സക്ഷം. സോ മിഷൻ സക്ഷമാണ് RB അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഗവേണൻസും അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് സക്ഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹകാരി ബാങ്ക്. സക്ഷം സ്റ്റാൻഡ്സ് ഫോർ സഹകാരി ബാങ്ക് ക്ഷമതാ നിർമ്മാൺ. സോ സക്ഷം സ്റ്റാൻഡ്സ് ഫോർ സഹകാരി ബാങ്ക് ക്ഷമതാ നിർമ്മാൺ. അപ്പൊ സക്ഷം എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സഹകാരി ബാങ്ക് ക്ഷമതാ നിർമ്മാൺ. അപ്പൊ എന്താണ് സക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്ന സഹകാരി ബാങ്ക് ക്ഷമതാ നിർമ്മാണിന്റെ ഷോർട്ട് ഫോം ആണ്. സോ സക്ഷം സ്റ്റാൻഡ്സ് ഫോർ സഹകാരി ബാങ്ക് ക്ഷമതാ നിർമ്മാൺ. അപ്പൊ എന്താണ് ഈ സഹകാരി ബാങ്ക് ക്ഷമതാ നിർമ്മാൺ അല്ലെങ്കിൽ മിഷൻ സക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. സോ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന് എന്ത് ചെയ്യുക, കപ്പാസിറ്റി ബിൽഡിങ്ങും ഗവേണൻസും ഇംപ്രൂവ് ചെയ്യുക. അതായത് മാനേജർ ലെവലിൽ അതുപോലെ തന്നെ ഓപ്പറേഷൻ ലെവലിലുള്ള അവരുടെ കപ്പാസിറ്റി എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള കംപ്ലൈന്റ് സ്ട്രക്ചർ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള എംപ്ലോയീസിന്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് ഫോളോയിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് സക്ഷം വഴി എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ മിഷൻ സക്ഷം വഴി ഏതാണ്ട് 1.40 lakh പാർട്ടിസിപ്പൻസിന്, അതായത് 1.40 lakh പാർട്ടിസിപ്പൻസിന് എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന 1.40 lakh പാർട്ടിസിപ്പൻസിനെ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിഷൻ സക്ഷമിന്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇൻ പേഴ്സൺ ട്രെയിനിങ്, അതായത് എന്താണ് ഫിസിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ എന്താണ് റിയൽ ലൈഫ് ട്രെയിനിങ് ഉണ്ട്, അതായത് ഇൻ പേഴ്സൺ ട്രെയിനിങ് ഉണ്ട്, അതായത് ഓഫ്ലൈൻ ട്രെയിനിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് ഡിജിറ്റൽ ട്രെയിനിങ് ഉണ്ട്. സോ ഓഫ്ലൈൻ ട്രെയിനിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് ഡിജിറ്റൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്. സോ ഇൻ പേഴ്സൺ ട്രെയിനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് എന്താണ് ഡിജിറ്റൽ ട്രെയിനിങ്ങും ഇൻക്ലൂഡഡ് ആണ്. അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, എംപ്ലോയീസിനെയും അതുപോലെ തന്നെ മാനേജ്മെന്റ് ലെവലിലുള്ള സ്റ്റാഫിനെ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്തെടുക്കുക. എന്തിന്, ടു ഇംപ്രൂവ് ദ കപ്പാസിറ്റി ആസ് വെൽ ആസ് ദി ഗവേണൻസ് സ്കീം. അതാണ് ഈ ഒരു മിഷൻ സക്ഷമിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് മാനേജർ ലെവലിലുള്ള സ്റ്റാഫ്സിന് ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ തന്നെ ആ ഒരു ഗവേണിംഗ് ബോഡിയിലുള്ള ആൾക്കാർക്ക് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു അതുപോലെ തന്നെ IT ഫീൽഡിലടക്കം വർക്ക് ചെയ്യുന്ന, അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ IT സെക്ടറിലടക്കം വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ് ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവരും എന്താണ് ഈ ഒരു മിഷന്റെ ഭാഗമായിരിക്കും. അപ്പൊ ഇതാണ് മിഷൻ സക്ഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which state will become India's second state to implement Uniform Civil Code in 2026? Okay, 2026 ആണ്.
Okay, which state will become India's second state to implement Uniform Civil Code in 2026? So 2026 ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറാൻ പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ആൻഡ് ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി ഗുജറാത്ത്. സോ ഗുജറാത്ത് ആണ് 2026 എന്ത് ചെയ്യാൻ പോകുന്നത് UCC ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഉത്തരാഖണ്ഡ്. സോ ഉത്തരാഖണ്ഡ് ആണ് എന്ത് ചെയ്യുന്നത് UCC ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് UCC, ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് UCC ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഉത്തരാഖണ്ഡ് ആണ്. 2025 എന്ത് ചെയ്യുന്നത് അവർ UCC ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഉത്തരാഖണ്ഡിന് ശേഷം ഗുജറാത്ത് എന്ത് ചെയ്തിട്ടുണ്ട് മാർച്ച് 2026. സോ ഗുജറാത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഗുജറാത്ത് നിയമസഭ എന്ത് ചെയ്തു മാർച്ച് 2026 UCC ബില്ല് എന്ത് ചെയ്തു പാസ്സാക്കി. അപ്പൊ ഉത്തരാഖണ്ഡിന് ശേഷം ഗുജറാത്ത് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു UCC ബില്ല് പാസ്സാക്കുന്നത് ഇൻ മാർച്ച് 2026. സോ മാർച്ച് 2026 ഗുജറാത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഗുജറാത്തിന്റെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്തു UCC ബില്ല് പാസ്സാക്കി. ഗുജറാത്തിന്റെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്തു UCC ബില്ല് പാസ്സാക്കി. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യാം ഇതിന്റെ ഇംപ്ലിമെന്റേഷനും നടക്കാം. അപ്പൊ ഉത്തരാഖണ്ഡിന് ശേഷം ഇന്ത്യയിൽ UCC ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഗുജറാത്ത് ആണ്. മാർച്ച് 2026 ഗുജറാത്ത് എന്ത് ചെയ്തു UCC ബില്ല് പാസ്സാക്കി. ആൻഡ് ഇൻ ദ ഫർദർ മന്ത്സ്, ഇൻ ദ കമ്മിങ് മന്ത്സ് UCCയുടെ ഇംപ്ലിമെന്റേഷൻ എന്ത് ചെയ്യും ഗുജറാത്തിൽ നടക്കും. ആൻഡ് ഗുജറാത്ത് വിൽ ബിക്കം ദി സെക്കൻഡ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് UCC ആഫ്റ്റർ ഉത്തരാഖണ്ഡ്. ദെൻ അതുപോലെ തന്നെ ഈ UCC കുറിച്ച് പറയുകയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്. സോ യൂണിഫോം സിവിൽ കോഡ് അതായത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ UCC കുറിച്ച് മെൻഷൻ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 44. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 44 അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഒന്നായിട്ടുള്ള ആർട്ടിക്കിൾ 44 ആണ് പറയുന്നത് സ്റ്റേറ്റ് എന്ത് ചെയ്യണം UCC യൂണിഫോം സിവിൽ കോഡ് എന്ത് ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോ ഈ യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് യൂണിഫോം ലോസ് ആണ്. അതായത് മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ്, സക്സഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല റിലീജിയൻസിനും പല ലോസ് ആണുള്ളത്. അപ്പൊ ഈ ലോസ് ഈ പല റിലീജിയനും പല ലോസ് ആണുള്ളത്. അതുകൊണ്ട് എന്താണ് ഒരു ഡിഫറൻസസ് അല്ലെങ്കിൽ പല റിലീജിയന്റെയും ഈ ലോസ് തമ്മിൽ അതായത് മാരേജുമായിട്ട് ബന്ധപ്പെട്ട ലോസ്, ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ലോസ്, സക്സഷനുമായിട്ട് ബന്ധപ്പെട്ട ലോസ്, ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ലോസ് ഇതെല്ലാം എന്താണ് ഡിഫറെന്റ് ആണ്. അപ്പൊ UCC വന്നു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ഈ ലോസ് എല്ലാം എന്തായിട്ട് മാറും കോഡിഫൈഡ് ആയിട്ട് മാറും. അതായത് എല്ലാ റിലീജിയൻസിനും മാരേജ്, ഡിവോഴ്സ്, സക്സഷൻ, ഇൻഹെറിറ്റൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തായിരിക്കും ഒരു സിംഗിൾ ലോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതാണ് യൂണിഫോം സിവിൽ കോഡ്. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതാണ് ഒരു ഏകീകൃത നിയമം കൊണ്ടുവരാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഗ്രൗണ്ട്സിലുള്ള യൂണിഫോം ലോസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാരേജുമായിട്ട് ബന്ധപ്പെട്ട ലോസ്, ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ലോസ്, ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ലോസ്, സക്സഷനുമായിട്ട് ബന്ധപ്പെട്ട ലോസ് ഇതിനകത്തെല്ലാം എന്ത് ചെയ്യുക എല്ലാ റിലീജിയന്റെ ഇടയിൽ യൂണിഫോം ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ആൻഡ് UCCയിൽ നിന്ന് ഒരു സെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. സോ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട് UCCയുടെ പരിധിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദി ആംബിറ്റ് ഓഫ് UCC. അപ്പൊ UCC ആർക്ക് ബാധകമായിരിക്കില്ല ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ബാധകമായിരിക്കില്ല. അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് എന്തുണ്ട് അവരുടെ ട്രൈബിന്റെ ഇടയിൽ തന്നെ മാരേജ് അതുപോലെ തന്നെ സക്സഷൻ, ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ലോസ് ഉണ്ട്. അതിനകത്തേക്കൊന്നും എന്ത് ചെയ്യില്ല UCC പോകില്ല. സോ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട് UCCയുടെ ആ ഒരു ആംബിറ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത് UCC ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി ഇന്ത്യയിൽ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ അതായത് ആർട്ടിക്കിൾ 44 ആണ് പറയുന്നത് ഇന്ത്യയിൽ എന്ത് ചെയ്യണം സ്റ്റേറ്റ് യൂണിഫോം സിവിൽ കോഡ് UCC എന്ത് ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യം. എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു കോഡിഫൈഡ് സിവിൽ ലോസ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഗോവ. സോ ഗോവയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ കോഡിഫൈഡ് പേഴ്സണൽ ലോസ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് സിമിലർ ടു UCC തന്നെയാണ്.
അപ്പോൾ കോഡിഫൈഡ് പേഴ്സണൽ ലോസ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ കോഡിഫൈഡ് പേഴ്സണൽ ലോസ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് നമ്മുടെ ഗോവ എന്ന് പറയുന്നത്. അപ്പോൾ ഗോവയിൽ എന്തുണ്ടായിരുന്നു? കോഡിഫൈഡ് പേഴ്സണൽ ലോസ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ ലോസ് ഉണ്ടായിരുന്നു. സോ ഗോവ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? എ ടൈപ്പ് ഓഫ് യൂണിഫോം സിവിൽ ലോസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടൈപ്പ് ഓഫ് യൂണിഫോം സിവിൽ ലോസ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ, അതായത് ആർട്ടിക്കിൾ 44 ഒക്കെ ഇഫക്റ്റിൽ വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗോവ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ബിക്കോസ് പോർച്ചുഗീസ് റൂളിന്റെ അണ്ടറിൽ, അതായത് ഗോവ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പാർട്ടാവുന്നതിന് മുന്നേ പോർച്ചുഗീസുകാരുടെ കൺട്രോളിലുള്ള ടെറിട്ടറി ആയിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാർ ഗോവയിലുള്ള ടൈമിൽ തന്നെ, അതായത് 1867 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു യൂണിഫോം സിവിൽ ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും എന്ത് ചെയ്യുന്നുണ്ട്? 1867 മുതൽ തന്നെ, അതായത് ഗോവയിൽ 1867 മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യൂണിഫോം സിവിൽ ലോ അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്തുണ്ട്? എക്സിസ്റ്റൻസിലുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം UCC ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഉത്തരാഖണ്ഡാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ്. ഗോവയിലും യൂണിഫോം സിവിൽ ലോസ് അല്ലെങ്കിൽ എ ടൈപ്പ് ഓഫ് യൂണിഫോം സിവിൽ കോഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് അതുപോലെ പോർച്ചുഗീസ് ടൈം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം 1867. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടുള്ള യൂണിഫോം സിവിൽ ലോസ് അല്ലത്, ഇത് പോർച്ചുഗീസുകാരുടെ സിവിൽ കോഡ് അനുസരിച്ചുള്ള പോർച്ചുഗീസ് സിവിൽ കോഡ് അനുസരിച്ചുള്ള യൂണിഫോം സിവിൽ ലോസ് ആണ് എന്ത് ചെയ്യുന്നത്? അവര് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ CGL നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നായിരുന്നു, നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഇനി എങ്ങനെയാണ് CGL വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനകത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഞങ്ങൾ വെക്കുന്നത്. അതാണ് ദിശ അക്കാഡമിയുടെ CGL വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വരാൻ പോകുന്ന CGL നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് കോഴ്സാണ് ഈ ഒരു SSC CGL 2026 കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ലൈവ് കോഴ്സാണ്. അപ്പോൾ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ ക്ലാസ്സസിന്റെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് എന്താണ്? അവൈലബിൾ ആണ്. ആൻഡ് ഇതിനകത്ത് ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോട്ട്സിന്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ എന്താണ്? ഡൗട്ട് സപ്പോർട്ട്, അതായത് നിങ്ങൾക്ക് 24/7 ഡൗട്ട് സപ്പോർട്ടും എന്താണ്? ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ 2026 CGL വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് ഇപ്പോൾ ഒരു ഏർലി ബേർഡ് ഓഫർ അവൈലബിൾ ആണ്. അതായത് ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4999 ആണ്. ബട്ട് ഇപ്പോൾ ഒരു ഏർലി ബേർഡ് ഓഫർ 10% നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരു 4500 rupees പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് CGL എക്സാം, വരാൻ പോകുന്ന CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാനോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. ഈ കോഴ്സുമായിട്ട് സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ആൻഡ് ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളെ അവർ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements about the All-Chikki script. So consider the following statements about the All-Chikki script. All-Chikki scriptനെ കുറിച്ചുള്ള ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, it was invented by Pandit Raghunath Murmu. It was developed for the Santali language. And the third statement, it is derived directly from the Devanagari script. അപ്പോൾ All-Chikki സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ പണ്ഡിറ്റ് രഘുനാഥ് മുർമു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിക്കോസ് 1925 എന്ത് ചെയ്യുന്നത്? പണ്ഡിറ്റ് രഘുനാഥ് മുർമു ഈ ഒരു All-Chikki സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുന്നത്? ഇൻവെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ All-Chikki സ്ക്രിപ്റ്റ് ഇൻവെന്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ സന്താളി ലാംഗ്വേജിന് എന്തില്ലായിരുന്നു? സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. സന്താളി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ ദേവനാഗരി സ്ക്രിപ്റ്റ്, ചില സമയങ്ങളിൽ റോമൻ സ്ക്രിപ്റ്റ്, ചില സമയങ്ങളിൽ ബംഗാളി സ്ക്രിപ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുവരെ 1925 വരെ എന്തില്ല? സന്താളി ലാംഗ്വേജിന് സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് ഇല്ല. അവർ റോമൻ സ്ക്രിപ്റ്റും ദേവനാഗരി സ്ക്രിപ്റ്റും ബംഗാളി സ്ക്രിപ്റ്റും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 1925 പണ്ഡിറ്റ് രഘുനാഥ് മുർമു എന്ത് ചെയ്തു? സന്താളി ലാംഗ്വേജിന് വേണ്ടി മാത്രം സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് വേണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു All-Chikki സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുന്നത്?
ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഓൾചിക്കി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സന്താളി ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് സ്ക്രിപ്റ്റ് ആണ്. ഇതിന് മറ്റൊരു സ്ക്രിപ്റ്റുമായിട്ട് എന്തില്ല, ഒരു തരത്തിലുള്ള റിലേഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ദേവനാഗരി സ്ക്രിപ്റ്റിൽ നല്ല എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ നേരത്തെ സന്താളി ലാംഗ്വേജ് ദേവനാഗരി സ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പൊ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സന്താളി ലാംഗ്വേജിന് ഒരു ഡിസ്റ്റിങ്ക്ട് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ, അതായത് സന്താളി ലാംഗ്വേജിന് സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, പണ്ഡിറ്റ് രഘുനാഥ് മുർമു 1925 എന്ത് ചെയ്യുന്നത്, ഈ ഓൾചിക്കി സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇൻവെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് ആണ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആകുമ്പോൾ ഓപ്ഷൻ സി, ഡി ആൻഡ് ബി പോയി, ബാക്കിയുള്ളത് എ മാത്രമാണ്, ദാറ്റ് ഈസ് 1 and 2 only. അപ്പോൾ ഓൾചിക്കി സ്ക്രിപ്റ്റ് ഇൻവെന്റ് ചെയ്യുന്നത് ഇറ്റ് വാസ് പണ്ഡിറ്റ് രഘുനാഥ് മുർമു 1925 ആൻഡ് ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സന്താളി ലാംഗ്വേജിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ക്രിപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്ട് സ്ക്രിപ്റ്റ് ആണ്. ഇനി ഈ ഒരു ഓൾചിക്കി സ്ക്രിപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓൾചിക്കി സ്ക്രിപ്റ്റിനകത്ത് ടോട്ടൽ 30 ലെറ്റേഴ്സ് ആണുള്ളത്. സോ ടോട്ടൽ 30 ലെറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓൾചിക്കി സ്ക്രിപ്റ്റിനകത്തുള്ളത്. ദർ ആർ എ ടോട്ടൽ ഓഫ് 30 ലെറ്റേഴ്സ്. ടോട്ടൽ 30 ലെറ്റേഴ്സ് ആണ് ഈ ഒരു ഓൾചിക്കി സ്ക്രിപ്റ്റിനകത്തുള്ളത്. ആൻഡ് ഈ ഓൾചിക്കി സ്ക്രിപ്റ്റിലെ 30 ലെറ്റേഴ്സ് എന്താണ്, ഇറ്റ് ഈസ് എൻറ്റയർലി ഫോണറ്റിക്. ഈ 30 ലെറ്റേഴ്സും ഓൾചിക്കി സ്ക്രിപ്റ്റിനകത്തുള്ള ഈ 30 ലെറ്റേഴ്സും എന്താണ്, ദേ ആർ എൻറ്റയർലി ഫോണറ്റിക്. ഓൾചിക്കി സ്ക്രിപ്റ്റിനകത്തുള്ള 30 ലെറ്റേഴ്സ് എന്താണ്, എൻറ്റയർലി ഫോണറ്റിക് ആണ്. വിച്ച് മീൻസ് ഓരോ ലെറ്റേഴ്സും ഓരോ സൗണ്ട്സിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എൻറ്റയർലി ഫോണറ്റിക് ആണ്. ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് എ പെർട്ടിക്കുലർ സൗണ്ട്. അതായത് ഒരു ലെറ്റർ ഒരു സൗണ്ടിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 30 ലെറ്റേഴ്സും എന്താണ്, എൻറ്റയർലി ഫോണറ്റിക് ആണ്. വിച്ച് മീൻസ് ഓരോ ലെറ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സന്താളി ലാംഗ്വേജ് എവിടെയാണ് സ്പീക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി, അതായത് ഈ സന്താളി ലാംഗ്വേജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ജാർഖണ്ഡ്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഈ സന്താളി ലാംഗ്വേജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, ദെൻ വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ബീഹാർ, ആസാം. സോ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ബീഹാർ, ആസാം, ഈ സ്റ്റേറ്റ്സിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് സന്താളി ലാംഗ്വേജ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി സന്താളി ലാംഗ്വേജിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഓൾചിക്കി സ്ക്രിപ്റ്റിലുള്ള സന്താളി ലാംഗ്വേജ്, ഓൾചിക്കി സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന സന്താളി ലാംഗ്വേജ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 8 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 8 എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ആണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 8 എന്ന് പറയുമ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾ 8 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 8 എന്തുണ്ട്, 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. സോ നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാമത്തെ ഷെഡ്യൂളിൽ എന്തുണ്ട്, 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഈ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഒരു ലാംഗ്വേജ് ആണെന്ത്, സന്താളി ലാംഗ്വേജ് ഇൻ ഓൾചിക്കി സ്ക്രിപ്റ്റ്. ഓൾചിക്കി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള സന്താളി ലാംഗ്വേജ് ഷെഡ്യൂൾ 8 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇനി എന്നാണ് സന്താളി ലാംഗ്വേജിലുള്ള ഓൾചിക്കി സ്ക്രിപ്റ്റിലുള്ള സന്താളി ലാംഗ്വേജ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾ 8 ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ബൈ ദ 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2003. സോ 2003 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഓൾചിക്കി സ്ക്രിപ്റ്റിലുള്ള സന്താളി ലാംഗ്വേജ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ബൈ ദി 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2003. Next question. India's first hydrogen-powered train is set to operate as a pilot on which route? അതായത് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ, അതായത് ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ടുള്ള ഫ്യൂവലിൽ റൺ ചെയ്യുന്ന ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട് ആസ് എ പൈലറ്റ് പ്രൊജക്ട്. അത് ഏത് റൂട്ടിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡൽഹി ആഗ്ര സെക്ഷൻ, ഓപ്ഷൻ ബി പാട്ന ഗയ സെക്ഷൻ, ഓപ്ഷൻ സി ജിന്ദ് സോനിപട്ട് സെക്ഷൻ ഇൻ ഹരിയാന, ആൻഡ് ഓപ്ഷൻ ഡി ഹൗറ ബന്ദേൽ സെക്ഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇതിൽ എവിടെയാണ് ആസ് എ പൈലറ്റ് പ്രൊജക്ട്, ഒരു പൈലറ്റ് പ്രൊജക്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ട്രയൽ റൺ എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ
പവർ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ജിൻ സോനിപത് സെക്ഷൻ ഇൻ ഹരിയാന. സോ ഹരിയാനയിലെ ജിൻ സോനിപത് സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇന്ത്യയുടെ ഫസ്റ്റ് ഹൈഡ്രജൻ പവർ ട്രെയിൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ഫസ്റ്റ് ഹൈഡ്രജൻ പവർ ട്രെയിനിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 75 km/h ആയിരിക്കും. സോ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്, മാക്സിമം സ്പീഡ് ഈ ഒരു ഹൈഡ്രജൻ പവർ ട്രെയിനിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 75 km/h. സോ 75 km/h ആയിരിക്കും ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ട്രെയിൻ പവർ ചെയ്യുന്നത് 1200 കിലോവാട്ട്. സോ 1200 വോട്ട് ഉള്ള 1200 വോട്ട് വരുന്ന ഒരു ഹൈഡ്രജൻ, സോ ഒരു 1200 കിലോവാട്ട്. സോ 1200 കിലോവാട്ട് വരുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രെയിനെ പവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 75 km/h ആയിരിക്കും ഈ ഒരു ട്രെയിനിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ആൻഡ് 1200 കിലോവാട്ട് വരുന്ന ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രെയിനെ പവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രജനെ എന്ത് ചെയ്യും, കെമിക്കൽ റിയാക്ഷന് വിധേയമാക്കും. സോ ഹൈഡ്രജനെ എന്ത് ചെയ്യും, ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനകത്ത് വിധേയമാക്കും. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷന് വിധേയമാക്കുമ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ മൂലം എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ജനറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രെയിൻ റണ്ണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ വിധേയമാക്കുന്നുണ്ട്. അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ പ്രത്യേകത, ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ടെക്നോളജിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എമിഷൻ ആയിട്ട് വരുന്നത് വാട്ടർ വേപ്പർ മാത്രമാണ്. സോ വാട്ടർ വേപ്പർ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ജനറേഷന്റെ കൂട്ടത്തിൽ തന്നെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഏക എമിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, വാട്ടർ വേപ്പർ ആയിരിക്കും. അതായത് ഇത് കംപ്ലീറ്റ്ലി എന്താണ്, ഒരു ക്ലീനർ ഫ്യൂവൽ ആണ്. വേറെ ഒരു ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഒരു ഗ്യാസസും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ റിലീസ് ചെയ്യുന്നില്ല. ഇവിടെ ഹൈഡ്രജന്റെ കെമിക്കൽ റിയാക്ഷൻ മൂലം ഇലക്ട്രിസിറ്റി ജനറേഷൻ നടക്കുമ്പോൾ വരുന്ന ഏക ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എമിഷൻ എന്ന് പറയുന്നതാണ് വാട്ടർ വേപ്പർ മാത്രമാണ്. ദിസ് ഇസ് എ കംപ്ലീറ്റ്ലി ക്ലീനർ ടെക്നോളജി. ആൻഡ് ഈ ഒരു ടെക്നോളജി, അതായത് റെയിൽവേസിൽ ഒരു ഹൈഡ്രജൻ ടെക്നോളജി അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് കൺട്രീസ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് ആ കൺട്രീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജർമ്മനി, ജപ്പാൻ, ചൈന ആൻഡ് US. സോ ജർമ്മനി, ജപ്പാൻ, ചൈന, US ഈ 4 കൺട്രീസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ വളരെ ഈ ഒരു ഹൈഡ്രജൻ സെൽ ടെക്നോളജി എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഡെവലപ്പ് ആയിട്ടില്ല, മീൻസ് ഇതുവരെ പോപ്പുലറൈസ് ആയിപ്പെട്ടില്ല. അപ്പോൾ ഹൈഡ്രജൻ സെൽ ടെക്നോളജി റെയിൽവേസിൽ യൂസ് ചെയ്യുന്ന 4 കൺട്രീസ് എന്തുള്ളൂ, നിലവിലുള്ളൂ. ജർമ്മനി, ജപ്പാൻ, ചൈന, US. ആൻഡ് ഇന്ത്യ ഇവരുടെ കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യുന്നു, 5ാമത്തെ കൺട്രി ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു, ബൈ യൂസിങ് ദി ഹൈഡ്രജൻ പവർ ഇൻ റണ്ണിങ് ട്രെയിൻ ഓർ ദ ഹൈഡ്രജൻ പവർ introduction in railways. Okay, next question. She Leaps platform is primarily related to. She Leaps എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്തുമായിട്ടാണ് പ്രൈമർലി റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, adolescent girl nutrition and well-being. Option B, woman-led rural enterprises. Option C, menstrual health. And option D, child development. അപ്പോൾ ഗവൺമെന്റ് ഷീ ലീവ്സ് എന്നുള്ള പ്ലാറ്റ്ഫോം ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് വുമൺ ലെഡ് റൂറൽ എന്റർപ്രൈസസ്. അതായത് റൂറൽ ഏരിയാസിൽ വുമൺ നടത്തുന്ന എന്റർപ്രൈസസ്, സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യുക, വുമൺസ് റൺ ചെയ്യുന്ന എന്റർപ്രൈസസിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ഇതെന്ന് പറയുന്നതാണ്, ദിസ് ഇസ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. സോ ഷീ ലീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. റൂറൽ ഏരിയാസിൽ വുമൺ ലെഡ് റൂറൽ എന്റർപ്രൈസസിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എസ്പെഷ്യലി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, വുമന്റെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ. അതായത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ കുടുംബശ്രീ ഉണ്ടല്ലോ. കുടുംബശ്രീ എന്ന് പറയുന്നതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള വുമൺ എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സിമിലർ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിലുള്ള വുമൺ എന്ത് ചെയ്യുന്നു, ഇൻവോളണ്ടറി ആയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള സേവിങ്സ് എല്ലാം
കളക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരൊരു ഫണ്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഫണ്ട് യൂസ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണല്ലോ കുടുംബശ്രീയിൽ നടക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള സിമിലർ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിലുള്ള സ്ത്രീകളെല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ഇൻഫോർമൽ ഗ്രൂപ്പ് ഫോം ചെയ്തതിന് ശേഷം അവരുടെ കയ്യിലുള്ള സേവിങ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, അവരിട്ടുകൊണ്ട് ഒരു ഫണ്ട് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഫണ്ട് പൂൾ ചെയ്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഫണ്ടിൽ നിന്ന് മറ്റുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കുന്നു. ഈ ഒരു പരിപാടിയാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് നടത്തുന്ന റൂറൽ ഏരിയാസിലുള്ള എന്റർപ്രൈസസിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഷീ ലീവ്സ് പ്ലാറ്റ്ഫോമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഷീ ലീവ്സ് പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നുണ്ട്, ഫാം എന്റർപ്രൈസസിനെയും അതുപോലെ തന്നെ നോൺ ഫാം എന്റർപ്രൈസസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫാം എന്റർപ്രൈസസിനെയും അതുപോലെ തന്നെ നോൺ ഫാം എന്റർപ്രൈസസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഫാം എന്റർപ്രൈസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അഗ്രികൾച്ചർ, ഡയറി, ഫോറസ്ട്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്റർപ്രൈസസ് അല്ലെങ്കിൽ ബിസിനസ്സസ് ആണ് ഫാം എന്റർപ്രൈസസ്. നോൺ ഫാം എന്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മാനുഫാക്ചറിങ്, സർവീസസ്, ട്രേഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്റർപ്രൈസസ് ആണ് നോൺ ഫാം എന്റർപ്രൈസസ്. ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഷീ ലീവ്സ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാം എന്റർപ്രൈസസിനെയും റൂറൽ ഏരിയാസിൽ വുമൺസ് നടത്തുന്ന, എസ്പെഷ്യലി വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് നടത്തുന്ന എന്റർപ്രൈസസ്, അതിപ്പോൾ ഫാം എന്റർപ്രൈസസ് ആണെങ്കിലും നോൺ ഫാം എന്റർപ്രൈസസ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഷീ ലീവ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Next question. Consider the following statements about India Census 2027. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന സെൻസസ് 2027 ബന്ധപ്പെട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് വിത്ത് സെൽഫ് എന്യൂമറേഷൻ ഓപ്ഷൻ. Second statement, caste enumeration will be included for the first time since independence. Which of the following statements is or are correct? അപ്പൊ സെൻസസ് 2027 ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്, ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് വിത്ത് സെൽഫ് എന്യൂമറേഷൻ ഓപ്ഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിക്കോസ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഈ 2027 സെൻസസ് ആണ് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ സെൻസസ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ സെൻസസ്, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള സെൻസസ് എന്ന് പറയുന്നത് എന്താണ്, സെൻസസ് 2027 ആണ്. അതുപോലെ തന്നെ വേൾഡിലെ തന്നെ ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ്, പോപ്പുലേഷൻ സെൻസസും ഏത് തന്നെയാണ്, ഈ ഒരു സെൻസസ് 2027 തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ നടത്തുന്ന, അതായത് സെൻസസ് 2027 ആയിരിക്കും ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ സെൻസസ്. അതുപോലെ തന്നെ ലോകത്തിലെയും ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ പോപ്പുലേഷൻ സെൻസസ് എന്താണ്, ഇന്ത്യയുടെ 2027 സെൻസസ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ പോപ്പുലേഷൻ സെൻസസ്. അപ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണ് സെൻസസ് 2027. അതുപോലെ തന്നെ ലോകത്തിൽ നടക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ പോപ്പുലേഷൻ സെൻസസ് എന്താണ്, നമ്മുടെ സെൻസസ് 2027 തന്നെയാണ്. അപ്പൊ ഇന്ത്യയിലെയും ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണ്, ലോകത്തിലെയും ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ പോപ്പുലേഷൻ സെൻസസ് ആണെന്ന് സെൻസസ് 2027. ആൻഡ് ഈ സെൻസസിനകത്ത് എന്തുണ്ട്, നമുക്ക് സെൽഫ് എന്യൂമറേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻസസ് എടുക്കാൻ വരുന്ന സർവേസ് നമ്മുടെ ഹോം വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സെൽഫ് എന്യൂമറേഷൻ ഓപ്ഷൻ. അതായത് ഈ സർവേ എടുക്കാൻ വന്ന, സെൻസസിന്റെ സർവേ എടുക്കാൻ വരുന്ന സർവേയേഴ്സ് നമ്മുടെ ഹൗസസ് വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് സ്വയം സെൻസസ് പോർട്ടലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് സെൽഫ് എന്യൂമറേഷൻ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇത്തവണത്തെ സെൻസസിൽ 2027 സെൻസസിൽ എന്തുണ്ട്, സെൽഫ് എന്യൂമറേഷൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സെൻസസിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന 16ാമത്തെ സെൻസസ് ആണെന്ത്, സെൻസസ് 2027. ഇറ്റ് ഈസ് എ 16th സെൻസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന 16ാമത്തെ സെൻസസ് ആണ്. ആൻഡ് ഇൻഡിപെൻഡൻസിന് ശേഷം നടക്കുന്ന 8ാമത്തെ സെൻസസും ആണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 8ാമത്തെ സെൻസസ് ആണ്. സോ ഇന്ത്യയിൽ നടക്കുന്ന സെൻസസിൽ ടോട്ടൽ 16ാമത്തെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുവരെയുള്ള സെൻസസിൽ, അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ബ്രിട്ടീഷ് ടൈം ഇന്ത്യയിൽ നടക്കുന്ന സെൻസസിൽ 16ാമത്തെ സെൻസസ് ആണ്. ആൻഡ് നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നടക്കുന്ന 8ാമത്തെ സെൻസസും ആണെന്ത്, ഈ ഒരു സെൻസസ് 2027. അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന സെൻസസിൽ 16ാമത്തത്, ഇൻഡിപെൻഡൻസിന് ശേഷം നടക്കുന്ന സെൻസസിൽ 8ാമത്തെ സെൻസസ് ആണെന്ത്, ഈ ഒരു
സെൻസസ് 2027. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? കാസ്റ്റ് എന്യൂമറേഷൻ വിൽ ബി ഇൻക്ലൂഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നാണ് കറക്റ്റ് ആണ്. അതായത് 1931 അതായത് ബ്രിട്ടീഷ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് കാസ്റ്റ് സെൻസസ് നടന്നത്. അതായത് അവസാനമായിട്ട് കാസ്റ്റ് സെൻസസ് നടക്കുന്നത്. സോ അവസാനമായിട്ട് കാസ്റ്റ് സെൻസസ് നടക്കുന്നത്, അതായത് കാസ്റ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത് ഇറ്റ് വാസ് ഇൻ ദ 1931 സെൻസസ്. സോ 1931 സെൻസസിലാണ് എന്ത് ചെയ്യുന്നത്, അവസാനമായിട്ട് കാസ്റ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സെൻസസിന്റെ ഭാഗമായിട്ട് കാസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്തിട്ടില്ല. ആ കാസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുന്ന ആദ്യത്തെ സെൻസസ് ഏതായിരിക്കും? സെൻസസ് 2027 ആയിരിക്കും. അതായത് ഇപ്പൊ നടക്കാൻ പോകുന്ന സെൻസസ് 2027 കാസ്റ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സെൻസസ് 2027 രണ്ട് ഫേസസ് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഹൗസ് ലിസ്റ്റിങ്ങും ഹൗസിന്റെ സെൻസസും ആണ്, ഹൗസിംഗ് സെൻസസും ആണ്. അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സർവേസ് ആദ്യം നമ്മുടെ വീടിന്റെ അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്സിന്റെ, നിങ്ങളുടെ ഉടമസ്ഥന് എന്തെങ്കിലും ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സെൻസസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അതായത് ആ ബിൽഡിങ്ങിന് എത്ര പഴക്കമുണ്ട്, അതുപോലെ ആ ബിൽഡിങ്ങിന്റെ റൂഫ് എങ്ങനെയാണ്, ഫ്ലോർ എങ്ങനെയാണ്, ആ വീട്ടിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതായത് AC ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ, TV ഉണ്ടോ, അതുപോലെ തന്നെ വെഹിക്കിൾസ് ഉണ്ടോ, കാർ ഉണ്ടോ, ബൈക്ക് ഉണ്ടോ എന്നുള്ള രീതിയിൽ ബിൽഡിങ്ങിന്റെയും അതുപോലെ തന്നെ ഹൗസിന്റെയും സെൻസസ് ആണ് ഫസ്റ്റ് ഫേസിൽ നടക്കാൻ പോകുന്നത്. അതിപ്പോ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തു. സോ 1 ജൂലൈ 2027 മുതൽ എന്ത് ചെയ്യും, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ബൈ 2027 2027 കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ഫേസ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഈ രണ്ടാമത്തെ ഫേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ പോപ്പുലേഷൻ സെൻസസ് നടക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പേര്, വയസ്സ്, അതുപോലെ തന്നെ നമുക്ക് ഗൃഹനാഥനുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, കാസ്റ്റ്, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും സെക്കൻഡ് ഫേസിലായിരിക്കും കളക്ട് ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി ഇൻ 2027. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ബോത്ത് 1 and 2 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ബോത്ത് 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which state has been declared India's first paperless judiciary state? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ് ജുഡീഷ്യറി സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏത് സ്റ്റേറ്റ് ആണ്? ഇവയിൽ ഏത് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ് ജുഡീഷ്യറി സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി സിക്കിം ആൻഡ് ഓപ്ഷൻ ഡി നാഗാലാൻഡ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി സിക്കിം. സോ സിക്കിം ആണെന്ന് ഇന്ത്യയിലെ ഫസ്റ്റ് പേപ്പർലെസ് ജുഡീഷ്യറി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് സിക്കിം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ള ആ ഒരു കംപ്ലീറ്റ് ജുഡീഷ്യറിയും ഇനി മുതൽ ഫുള്ളി പേപ്പർലെസ് ആയിരിക്കും. അതായത് അവിടെ നടക്കുന്ന എല്ലാ പ്രൊസീഡിങ്സും എന്തായിരിക്കും, ഡിജിറ്റൽ ആയിരിക്കും, പേപ്പർ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി പേപ്പർലെസ് സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സിക്കിം. അതേസമയം ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി, ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി, അതേസമയം ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി, ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി. അപ്പോൾ ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് സ്റ്റേറ്റ് ജുഡീഷ്യറി സിക്കിമാണെന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം ഡിസ്ട്രിക്ട് ജുഡീഷ്യറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൽപ്പറ്റ. അതായത് നമ്മുടെ വയനാട്ടിലുള്ള കൽപ്പറ്റയാണ് ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി. അപ്പോൾ ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് സ്റ്റേറ്റ് ജുഡീഷ്യറി സിക്കിമാണ്. ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൽപ്പറ്റ വയനാട്. സോ കൽപ്പറ്റ വയനാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി പേപ്പർലെസ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി. ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി പേപ്പർലെസ് സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിക്കിം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കഷന് വേണ്ടിയിട്ട് ടേക്കപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.